പവിത്രം സീരിയലിന്റെ 27ാമത്തെ എപ്പിസോഡാണ്. തരുണും വേദയും കൂടെ മോളുടെ അടുത്തേക്ക് ചെല്ലും. വേദയ്ക്കും മോള് പിണക്കത്തിലാണോ? ഞാൻ ചോദിച്ചത് മോള് കേട്ടോ? വേദയും തരുണും പരസ്പരം നോക്കി ചിരിക്കൂട്ടോ. അമ്മയോടും പിണക്കത്തിലാണോ? ഗൗരിമോള് പറയും, എന്നെ കൊണ്ടുപോകാണ്ട് നിങ്ങൾ രണ്ടുപേരും പോവല്ലേ? വേദയ്ക്കും, ആര് പറഞ്ഞു അങ്ങനെ? ഇനി കുറച്ചു ദിവസം കൊണ്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. ഗൗരി പറയും, അപ്പൊ ഇങ്ങോട്ട് പോന്നാ പോരെ? വേദ പറയും, അപ്പൊ മോളെങ്ങനെ സ്കൂളിൽ പോകും? ഇവിടുത്തെ സ്കൂളിൽ ചേർക്കണം. വേദ പറയും, ആ സമയത്ത് ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിലോ? വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കണം. വേദ പറയും, അയ്യോ അങ്ങനെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നാലേ ഗൗരിക്കുട്ടി തനിച്ചാവില്ലേ? റോയങ്കളും ശീല ചേച്ചിയും അച്ഛമ്മയും ഉണ്ടാവുമല്ലോ. വേദ പറയും, അവർക്കൊക്കെ അവരുടേതായ കാര്യങ്ങൾ കാണില്ലേ? എപ്പോഴും ഗൗരിമോളിനോടൊപ്പം വന്ന് കളിക്കാൻ അവർക്ക് എവിടുന്ന സമയം കിട്ടുക? മാത്രമല്ല ഗൗരിമോൾക്ക് മോളുടെ പ്രായത്തിലുള്ള കൂട്ടുകാരല്ലേ വേണ്ടത്? മോള് പറയും, അവരൊക്കെ അവിടെ ഉണ്ടല്ലോ. വേദ പറയും, അതിപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അവരെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ മോൾ എന്ത് ചെയ്യും? എന്നാ അമ്മ പറയട്ടെ? ഗൗരിമോൾ ആലോചിക്കുമ്പോ വേദ പറയും, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഗൗരിമോള് കുറേ കൂട്ടുകാരുണ്ടാക്കണം. അതിനെന്ത് വേണം? ഇവിടുത്തെ സ്കൂളിൽ നിന്ന് പഠിക്കണം. ഗൗരിമോള് പറയും, അതിന് നിങ്ങൾ അവിടെയല്ലേ? തരുൺ പറയും, ഞങ്ങൾ എല്ലാ വീക്കിലും മോളെ കാണാൻ വരുമല്ലോ, അതുപോലെ. പിന്നെ മോള് എന്ത് പറഞ്ഞാലും ചെയ്തു തരാൻ അച്ഛൻ ഇവിടെ ഒരാളെ നിർത്തുന്നുണ്ട്. അതാരാ? അപ്പോ തരുൺ പറയും, ഗൗരിമോൾക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടൊരാള്. ഗൗരി പറയും, എനിക്ക് ആരെയും വേണ്ട. തരുൺ പറയും, അയ്യോ നാളെ മുതൽ അച്ഛൻ അയാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഗൗരി പറയും, വേണ്ട, എനിക്ക് ആരെയും കാണണ്ട, എനിക്കിഷ്ടല്ല. അപ്പൊ വേദ പറയും, വേണ്ട, നാളെ അമ്മ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നത് ഓക്കെ അല്ലേ? ഓക്കെ, പക്ഷെ തിരിച്ചു കൊണ്ടുവരാനും അമ്മ വേണം. വേദ പറയും, ശരി, നാളെ അമ്മ ലീവ് എടുക്കാം, പക്ഷെ മറ്റന്നാൾ മുതൽ പറ്റില്ല, പിന്നെ വീക്കെൻഡിലേ വരുള്ളൂ. തരുൺ പറയും, മറ്റന്നാൾ അച്ഛൻ വരാം, എന്നിട്ട് തിരിച്ചു പോകുമ്പോ മോളെയും കൊണ്ടുപോവാം. വേദ പറയും, ഞായറാഴ്ച മോളെ കൂട്ടി അമ്മ തിരിച്ചു വരും, എന്നിട്ട് വെള്ളിയാഴ്ച നമ്മൾ വീണ്ടും സ്കൂളിൽ പോയി വരും. പക്ഷെ തിങ്കളാഴ്ച മുതലേ മോള് സ്കൂൾ ബസ്സിൽ തനിയെ പോണം. തരുൺ പറയും, അപ്പോഴേക്കും മറ്റേ ആംഗിളിനോട് വരാൻ അച്ഛൻ പറഞ്ഞേൽപ്പിക്കാം. മോള് പറയും, നിങ്ങൾ എന്തായാലും ഇല്ലല്ലോ, അപ്പൊ പിന്നെ വേറെ ആരും വേണ്ട. വേദ ഇങ്ങനെ മോളെ നോക്കിയിട്ട് പറയും, ഓക്കെ, തൽക്കാലം നാളെ ആരും വരില്ല, നമുക്ക് ബാക്കി കാര്യം പിന്നെ തീരുമാനിക്കാം. അപ്പോ തരുൺ പറയും, അയ്യോ ഞാൻ നാളെ അയാളോട് വരാൻ പറഞ്ഞുപോയി. വേദ പറയും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞാ പോരെ? അപ്പോഴേക്കും മോളും ഓക്കെ ആകും. എന്തായാലും ഒരാഴ്ച അമ്മ കൂടെ ഉണ്ട് പോരെ? അപ്പൊ ഗൗരിക്ക് സന്തോഷാവും. ചിരിക്കുന്ന കാണുമ്പോ തരുണും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ മോളെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നിരിക്കട്ടോ. അങ്ങനെ കുട്ടിയെ കുറിച്ച് ടീച്ചർ പറയും, മാഡം പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്, അഡ്മിഷൻ കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടുള്ളെങ്കിൽ 1 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളെക്കാളും കുറുമ്പിയാണ് ഗൗരി. വേദയ്ക്കും, എന്താ മാഡം പ്രശ്നം? അപ്പൊ മാഡം പറയും, ഒരു പ്രശ്നം മാത്രമാണെങ്കിൽ സഹിക്കാം, ഇത് പ്രശ്നങ്ങളേ ഉള്ളൂ. വേദ പറയും, ഒരു പുതിയ സ്ഥലത്തേക്ക് പെട്ടെന്ന് മാറി വന്നതിന്റെ പ്രശ്നമായിരിക്കും. ക്ലാസ് ടീച്ചർ പറയും, മാഡം പറഞ്ഞത് ശരിയാണ്, സാധാരണ കുട്ടികളെ ഈ അന്തരീക്ഷമായിട്ട് ഇണക്കി എടുക്കാനാണ് ഞങ്ങൾക്ക് പാട്, പക്ഷെ ഗൗരിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വേദയ്ക്കും, പിന്നെ? അപ്പോ പ്രിൻസിപ്പൾ പറയും, ടീച്ചർ പറ. ആ, അടി. ഇത് കേൾക്കുമ്പോ വേദ ഞെട്ടും. അടിയോ? പ്രിൻസിപ്പൾ പറയും, അതെ, അവൾക്ക് ഇഷ്ടമല്ലാത്തതാണ് ആരെങ്കിലും ചെയ്യുന്നതെങ്കിൽ ക്ലാസ് ടീച്ചറോട് പരാതി പറയോ, അതിന് പരിഹാരം കാണുകയല്ല അവളുടെ രീതി, നേരിട്ട് അടിച്ചു തീർക്കുക ചെയ്യുന്നത്. വേദ ആകെ അസ്വസ്ഥാവും. ഗൗരി വരുന്നതിന് മുന്നേ ക്ലാസ്സിലെ ഏറ്റവും അലമ്പ് പയ്യൻ ആൽബിനായിരുന്നു. പാവം ഇപ്പൊ ഒരു മൂലയ്ക്ക് പോയിരിപ്പ. ഇതിന്റെ പേരില് ഗൗരിയെ ചീത്ത വിളിക്കാനോ അടിക്കാനോ ഒന്നും നിൽക്കണ്ട. ആ കുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്നൊന്ന് പറഞ്ഞതാ. വളരെ ചെറുപ്പം മുതലേ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു ശീലമായിട്ട് മാറും. പിന്നെ കുറെ കഴിയുമ്പോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാവും. പ്രിൻസിപ്പൾ പറയും, മാഡത്തെ പോലെ ഒരാളെ ഉപദേശിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, UKG മുതൽ പ്രീ പ്രൈമറി വരെയുള്ള ഈ കലാവിളവാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്കുവഹിക്കുന്ന സമയമാണെന്ന് അറിയാലോ. വിളയുന്ന പയർ മുളയിലെ അറിയാന്ന് പറയാറില്ലേ? വേദയ്ക്കും ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം പ്രശ്നം എന്താ ടീച്ചർ? അവള് മുമ്പ് പഠിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ പരാതി വന്നിട്ടില്ല മാഡം. അപ്പം മാഡം പറയും, പരാതിയല്ല, പാരന്റ്സിനോട് കുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട്, അതുപോലെ ഗൗരിയെ കുറിച്ചും പറഞ്ഞതേ ഉള്ളൂ. ഒരുപക്ഷെ അച്ഛനും അമ്മയും സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്നവരല്ലേ, അതുകൊണ്ടും അവൾക്ക് താനായിരിക്കും അത് ചെയ്യേണ്ടത് എന്നൊരു തോന്നൽ വന്നത്. വേദയ്ക്കും, എന്ന് വെച്ചാ? അപ്പൊ പ്രിൻസിപ്പൾ പറയും, ടീച്ചറെ ഇന്നലെ ഉണ്ടായ സംഭവം പറ. അങ്ങനെ വേദയുടെ ടീച്ചർ കാര്യം പറയണേ. ഇവിടെ ടീച്ചറും കുട്ടികൾക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഡ്രോയിങ്, കളറിങ്, പാട്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് സമയം അവർ ഫ്രീ ആയിട്ട് വിടാറുമുണ്ട്. ആ സമയം അവർക്ക് ഇഷ്ടപ്പെട്ട കളികൾ കളിക്കുകയും ചിലപ്പോൾ കിടന്നുറങ്ങുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സമയം ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഗൗരിയിലെ ക്ലാസ്സിലൊരു കുട്ടി വന്ന് പറഞ്ഞു, അങ്ങനെ ആ കാര്യം പറയാട്ടോ ടീച്ചറെ, അടി. അടിയോ? ആ, ആൽബിനും ഗൗരിയും നല്ല അടിയാ, ഫൈറ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ഫൈറ്റാ. ഇത് കേൾക്കുമ്പോ ടീച്ചർ പറയും, വാ മോളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോ ആൽബിനും 2 കുട്ടികളും ഒരു ഭാഗത്തിരുന്ന് കരയാ. ഗൗരിയും കുറച്ച് കുട്ടികളും ഒന്നും സംഭവിക്കാത്ത പോലെ കളിച്ചോണ്ടിരിക്കുന്നു. വേദ അന്തം വിട്ടുക. ടീച്ചർ ചെല്ലുമ്പോ ഗൗരി വേറൊരു കുട്ടീന്റെ കൂടെ കളിക്കാണ്. ആൽബിൻ ഒരു മൂലയിൽ ഇരിക്കാട്ടോ. എന്നിട്ട് 2 പേരെ അടുത്തേക്ക് വിളിച്ചിട്ട് ടീച്ചർ ചോദിക്കും, ഗൗരി ആൽബിൻ അടിച്ചോ? ആൽബിൻ പറയും, ഗൗരി എന്തിനാ അടിച്ചത്? ഗൗരി പറയും, ആൽബിനെ മാത്രല്ല
അശ്വിനെയും ബിബിനെയും അടിച്ചു. ടീച്ചർക്ക് എന്താ ഉണ്ടായതെന്ന് അറിയോ എന്ന് പറഞ്ഞ് സംഭവിച്ച കാര്യം ഗൗരി ടീച്ചറോട് പറയാണ്. അതായത് ഗൗരി ഇങ്ങനെ കളർ ചെയ്തോണ്ടിരിക്കുമ്പോ അപ്പുറത്തൊരു കുട്ടീന്റെ അടുത്തേക്ക് ആൽബിനും ഫ്രണ്ട്സും വന്നിട്ട് കളർ പെൻസിലാ ഇത് എന്റെയാന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കൊടുക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം ഗൗരി ഇങ്ങനെ നോക്കുന്നുണ്ട്, പണ്ട് വിക്രമിന്റെ ആ സ്റ്റൈൽ കേട്ടോ. അങ്ങനെ ആൽബിനും ഫ്രണ്ട്സും ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ പെൻസിലെ പിടിച്ച് വലിച്ചു വാങ്ങിക്കാട്ടോ. ഈ സമയം ആ കുട്ടി കരയും. ഇത് കാണുന്ന ഗൗരി ദേഷ്യത്തോടു കൂടെ ആ കളറിങ് ചെയ്യാൻ പറ്റാണ്ട് ആ ദേഷ്യത്തില് അവിടെ നിന്ന് എണീക്കാട്ടോ. ഇത്രയും കേൾക്കുമ്പോ തന്നെ വേദ ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ഗൗരിയെ കുറിച്ചുള്ള ഓരോരോ കാര്യം പറയുമ്പോഴും വേദയ്ക്ക് പണ്ട് വിക്രം ചെയ്തിരുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് ഓർമ്മ വരുന്നത്. അതേ രീതി അതേ സ്റ്റൈൽ എല്ലാം. അങ്ങനെ കുട്ടിയുടെ കയ്യിൽ നിന്ന് കളർ പെൻസിൽ വാങ്ങിച്ചതും അടിച്ചതും എല്ലാം പറയുമ്പോഴും വേദ വിക്രം ചെയ്തൊക്കെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഗൗരി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പെൻസിൽ വാങ്ങിച്ച് ആ കുട്ടീനെ ഇടിച്ചൊക്കെ പറയട്ടെ ടീച്ചറോടെ. ഞാൻ ചെയ്ത് മാത്രമാണോ തെറ്റ്? അല്ലല്ലോ. ഇത് കേൾക്കുന്ന മിസ്സിനൊന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാരും പോയിരിക്കുന്നു പറഞ്ഞ് എല്ലാരെയും അവിടെ നിന്ന് ഓടിക്കാട്ടോ. ഈ സമയം വേദ ഇങ്ങനെ എന്തോ ആലോചിക്കല്ലേ. മാഡം മാഡം എന്താ ഓർത്തത്? വേദ പറയും ഒന്നുമില്ല. പ്രിൻസിപ്പൾ പറയും പാരൻസ്, അതായത് ഹീറോ ആയ പോലീസായ അച്ഛന്റെ കഥകളെല്ലാം കേൾക്കുമ്പോ അതെല്ലാം ക്ലാസ്സിൽ കാണിക്കാൻ തുടങ്ങും. കുറെയൊക്കെ നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് തിരുത്തണം. ടീച്ചർ പറയും അറിയാലോ, പഴയ കാലമല്ല, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വഴക്കാണെങ്കിലും പാരൻസ് കാണുന്നത് വലിയവർ തമ്മിലുള്ള യുദ്ധമായിട്ടാ. വേദ പറയും മനസ്സിലായി, ഞാൻ ശ്രദ്ധിച്ചോളാം. എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പ്ലീസ് നിങ്ങളത് ഉറപ്പാക്കണം. നിങ്ങളെപ്പോലെ ഒരു സബ് കളക്ടറുടെയും SP-യുടെയും മകൾ ഇവിടെ പഠിക്കാന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമാണ്. വേദാറിയും മനസ്സിലായി. ടീച്ചറേക്കും ഗൗരിയുടെ അച്ഛൻ എങ്ങനെയാ, ഇടിയൻ പോലീസാണോ? അല്ല, അച്ഛന്റെ ക്യാരക്ടർ ബ്ലഡിൽ ഉണ്ടാവല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. വേദ ചിരിച്ചിട്ട് പറയും ശരി ടീച്ചർ, അവളുടെ അച്ഛന്റെ അതേ ക്യാരക്ടർ അവളും കാണിക്കുന്നത്. അവനവൻ തോന്നുന്ന ശരിക്കു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ക്യാരക്ടർ. ടീച്ചർ പറയുമ്പോ ഞാൻ അത് ഓർക്കായിരുന്നു. ശരി എന്നാ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ വേദ അവിടെ നിന്ന് പുറത്തിറങ്ങി വരുമ്പോണ്ടാവും മോൾ അവിടെ നിൽക്കുന്നേ. വേദ മോളെ കൂട്ടി അവിടെ പോയി ഒരു മരത്തിന്റെ അടിയിൽ ഇരിക്കാട്ടോ. മോളോയ്ക്കും അമ്മേ എന്നെ ഇവിടുന്ന് പുറത്താക്കോ? വേദ പറയും എന്ന് പറഞ്ഞേ ഗൗരിമോൾ ഇങ്ങനെ നോക്കുമ്പോ പണ്ട് വിക്രമിന്റെ കൂടെ ഇരുന്ന പോലെ തോന്നാട്ടോ. എന്നിട്ട് മോളെ ചേർത്ത് പിടിക്കും. വേദയുടെ കണ്ണ് നിറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ചായ ഉണ്ടാക്കി കുടിക്കാനേ. അപ്പൊ അങ്ങോട്ട് നമ്മുടെ സാറ് വിളിക്കും. എന്തായി വിക്രം? ഞാൻ വരും സാർ. തരുൺ സാർ എന്നെ രാത്രി വിളിച്ചിരുന്നു, താൻ വരുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓ ഷുവറാണ് സാർ. സാർ ആ ലൊക്കേഷൻ ഒന്ന് അയച്ചോളൂ. തരുൺ സാറും മാഡവും നിന്നെ കണ്ടിട്ടേ പോകൂ. മാഡത്തിന് ഇത്തിരി നേരത്തെ ഇറങ്ങണം. നീ നേരത്തെ എത്തില്ലേ? ശരി, ഞാൻ ഇറങ്ങാൻ തുടങ്ങാ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ അപ്പോഴേക്കും മാഷ് വിക്രമിന്റെ അടുത്തേക്ക് വരും. ആരാണ്? അപ്പം വിക്രം പറയും ആൻഡ്രൂ സാറാണ്. ആൻഡ്രസ് അയക്കെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അച്ഛാ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറി എന്ന് പറഞ്ഞ് നിർത്തുമ്പോ മാഷ് പറയും നീ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുടുംബനാഥനാവല്ലേ, ചോറും കറിയൊക്കെ ഞാൻ നോക്കിക്കോളാം, അതിനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്, നീ ഇങ്ങനെ ഒരു ജോലിക്ക് പോകണം എന്നുള്ളത് എന്റെ സംശയം. വിക്രം പറയും ആദ്യം എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ അതിനോടൊരു താല്പര്യമൊക്കെ തോന്നണേ. മാഷയ്ക്കും ശരിക്കും? വിക്രം പറയും ശരിക്കും. ഒരു 5 വയസ്സുള്ള കുട്ടിയോടൊപ്പം ജീവിക്കാൻ പോവല്ലേ, അതിന്റെ ഒരു ഹരം തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ, മാഷ് പറയും നിങ്ങൾ ഒരുമിച്ചായിരുന്നെങ്കിൽ നിനക്കും വേദയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഈ പ്രായമായിരുന്നേനെ അല്ലേ? ആ DVSPയുടെ ശത്രുക്കൾ കുഞ്ഞിനെ ഒന്നും ചെയ്യാതിരിക്കാനാ നിന്നെ ഏൽപ്പിക്കുന്നത്, അത് മറക്കണ്ട. വിക്രം പറയും അച്ഛനെന്താ ഇങ്ങനെ പറയുന്നത്? മാഷ് പറയും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇതേ പ്രായമായിരിക്കാം, പക്ഷേ ഈ കുഞ്ഞ് നിന്റേതല്ല. ഒരകലം സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാ. ഇന്നലെ പാതിരാത്രിക്ക് നീയും ആമിയും കുറെ നേരം പുറത്തുണ്ടായിരുന്നല്ലേ? വിക്രം പറയും അതെ, ആമി ഇങ്ങോട്ട് വന്നതായിരുന്നോ? അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ആ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ബൈപോളാർ ഡിസോർഡർ. മാഷയ്ക്കും എന്ന് വെച്ചാ? വിക്രം പറയും ഒരാളുടെ മൂഡിലും എനർജിയിലൊക്കെ വലിയ ചേഞ്ച് ഉണ്ടാവുന്ന ഒരു അവസ്ഥ അത്. കുറെ കാലം ഫുൾ ഓഫ് എനർജി, ഹാപ്പി, കടുത്ത ആത്മവിശ്വാസം എന്നിങ്ങനെ ആയിരിക്കും. കുറെ കാലം ഉറക്കം പോലും ഉണ്ടാവില്ല. അതിനുശേഷം പിന്നെയുള്ള കാലം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അമിതമായ ക്ഷീണം, ദേഷ്യം, ഉറക്കമൊക്കെ. മാഷയ്ക്കും അത് ആ കുട്ടിക്ക് അറിയാലേ, അതുകൊണ്ടാണല്ലേ അവൾ 6 മാസത്തിന്റെ കാര്യം പറഞ്ഞത്? വിക്രം മൂളും. എന്തായിരിക്കും അതിന് കാരണം? വിക്രം പറയാ അറിയില്ല. ഇനി അച്ഛനായിട്ട് ഇതേക്കുറിച്ച് അരവിന്ദേട്ടനോട് ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്നാ റെഡി ആവട്ടെ. ആ ഓഫീസറിന്റെ ഭാര്യയ്ക്ക് എന്നെ നേരിട്ട് കണ്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് വേണം പോവാനത്രേ. മാഷു പറയും സ്വാഭാവികം, സ്വന്തം കുഞ്ഞിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകുന്നത് ആരെയാണെന്ന് അമ്മയ്ക്ക് അറിയണല്ലോ. നീ എന്തായാലും ചെന്നിട്ട് വിളിക്കേ എന്ന് പറഞ്ഞ് മാഷ് ചായ കുടിക്കും. വിക്രം അവിടുന്ന് പോകട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു മെഷീന്റെ സൗണ്ടാണേ. അങ്ങോട്ട് ആമി വരും. അല്ല ആരപ്പത്? വിക്രം ആകെ മാറിയിട്ടുണ്ട് കേട്ടോ. ആ താടിയൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുക, ഹെയർ സ്റ്റൈലും മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോ ആമിക്കും അപ്പൊ മുടിയും താടിയൊക്കെ വെട്ടിയോ? വിക്രം പറയും ജോലി അറേഞ്ച് ചെയ്ത് തന്ന ആളെ വൃത്തിയായിട്ട് ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ കോർപ്പറേറ്റ് കമ്പനിയിലല്ലേ ജോലി. വിക്രത്തിന് നല്ലത് ആ പഴയ താടി ആയിരുന്നു. വിക്രം ഇങ്ങനെ കണ്ണടിയിൽ നോക്കി ആ താടിയെ ഒഴിഞ്ഞു നിൽക്കുമ്പോ മാഷ് അങ്ങോട്ട് വരും. എന്തായാലും കൊച്ചുകുട്ടിയുടെ കൂടെ അല്ലേ കഴിയുന്നത്,
താടിയും മുടിയൊക്കെ വെട്ടി ഒരു മര്യാദ ലുക്ക് ഉണ്ടായ നല്ലത് തന്നെയാ. ആമി പറയും ആയിക്കോട്ടെ, ഞാൻ ദയേ പോയി ഇതാ വന്നു, നമുക്ക് ഒരുമിച്ചിറങ്ങാം, എന്നെ ബസ് സ്റ്റോപ്പിലാക്കിയാൽ മതി. അങ്ങനെ അവൾ അവിടുന്ന് പോകും. വിക്രം ആ മുടിയെല്ലാം എടുത്ത് കളയാൻ തുടങ്ങുമ്പോ മാഷ് വരും. അടുത്തേക്ക് ചെന്നിട്ട് പറയും, ഒരു കാര്യം നിന്നോട് പറയാൻ വിട്ടു. എന്താച്ചാ, നാളെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ശ്രീനിവാസനായി മാറരുത്, അത് നീ ശ്രദ്ധിക്കണം. അപ്പൊ വിക്രം തല താഴ്ത്താട്ടോ. മാഷു പറയും, അയാളെ കുറിച്ച് മോശം പറയുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നിന്റെ അങ്കിളിലെ അയാൾ നിന്നോട് എപ്പോഴും നന്നായി പെരുമാറിയിട്ടുള്ളൂ. അയാൾക്ക് വേണ്ടിയാ നീ ഏറ്റവും കൂടുതൽ അപകടത്തിൽ ചെന്ന് ചാടിയിട്ടുള്ളത്, അത് മറക്കരുത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആ കുട്ടിയുടെ നേർക്ക് സംഭവിച്ചേക്കാം എന്ന് അവര് തോന്നുന്ന അപകടങ്ങളുടെ സാധ്യതയെ ഇല്ലാതാക്കാം. പക്ഷെ ആ അപകടങ്ങളെ നേരിടാനുള്ള ഉത്തരവാദിത്വം നിനക്കില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? വിക്രം പറയും, ആ അച്ഛാ, ഞാൻ ശ്രദ്ധിച്ചോളാം. വേദയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ളൊരു വഴി, അതിനപ്പുറം ഇതിൽ ഞാൻ മറ്റൊന്നും കാണുന്നില്ല. മാഷു പറയും, അതെ വിക്രം, ഇനി അധികം വൈകാതെ അത് നടക്കണം എന്ന് പറയുമ്പോ വിക്രം അതേന്ന് പറഞ്ഞ അവിടുന്ന് പോകട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഫുൾ ഗെറ്റപ്പില് വിക്രം പുതിയൊരു രൂപത്തിൽ മാത്രമല്ല, ഡ്രസ്സിങ്ങിന് നന്നായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബോഡി ഗാർഡായിട്ട് അവിടുന്ന് ഇങ്ങനെ സ്റ്റൈലായി ഇറങ്ങി പോകുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ നെക്സ്റ്റ് റിവ്യൂ ആയിട്ട് ഉടൻ വരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്